ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ദിസ് ഈസ് ആർ വൈ ഫ്രം സോറനൈറ്റ്. ബ്രോ, ഞാൻ പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കും. ബ്രോ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ബ്രോയുടെ അതിയായ ആഗ്രഹം കൊണ്ട് ബ്രോ യൂട്യൂബിൽ പല വീഡിയോസും കണ്ടു. അതിനുശേഷം ബ്രോ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തു. ബ്രോയുടെ അക്കൗണ്ടിൽ എടുത്ത ഫസ്റ്റ് ട്രേഡ് അൺഫോർച്ചുനേറ്റ്ലി ബ്രോയുടെ ഓപ്പോസിറ്റായിട്ട് പോയി. ആൻഡ് നിങ്ങൾക്ക് 50% ഓഫ് യുവർ അക്കൗണ്ട് ഡയറക്റ്റ്ലി ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ലോസ് വന്നു. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനായിട്ട് വലിയ ഫെമിലിയാരിറ്റി തോന്നുന്നുണ്ടോ? ഓർ നിങ്ങൾ കടന്നു പോയ ഒരു സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് ഫെമിലിയാരിറ്റി തോന്നുന്നുണ്ടോ? സോ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ പ്രശ്നമാണോ? ഓർ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിൻ്റെ പ്രശ്നമാണോ? അതോ ഇനി നിങ്ങൾ ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ? സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ ഇതിനുള്ള എല്ലാ ആൻസേഴ്സും നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഹൗ ടു ഓവർകം, അതിനായിട്ടുള്ള ആക്ഷനബിൾ സ്റ്റെപ്സ് കൂടി ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. സോ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ മിസ് ഔട്ട് ചെയ്യാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത് വാച്ച് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോയുടെ എവിടെ വെച്ചാണെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വന്നാൽ കമൻറ്റ് സെക്ഷനിൽ ലീവ് ചെയ്യാം. സോ ഡയറക്റ്റ്ലി വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. വൈ മോസ്റ്റ് ട്രേഡേഴ്സ് ഫെയിൽ. ഇതിന് ഞാൻ 5 റീസൺ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചില റീസൺസ് ഫെമിലിയർ ആയിട്ട് തോന്നിയേക്കാം, നിങ്ങൾ പല വീഡിയോയിലും കണ്ടതായി നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഈ റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതിൽ പുറമെ നിങ്ങൾക്ക് ഇതെങ്ങനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ആക്ഷനബിൾ സ്റ്റെപ്സും കൂടെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. സോ ഫസ്റ്റ് തിങ്, അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ. ഈ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ട്രേഡേഴ്സ് ഫെയിൽ ആവുന്നതിന് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കാരണമായിട്ട് പറയാം നമുക്ക്. നിങ്ങളിപ്പോൾ ഫോറക്സ് ട്രേഡിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മേ ബി നിങ്ങളൊരു $100 ഡെപ്പോസിറ്റ് ചെയ്തിട്ട് 1 വീക്ക് കൊണ്ട് തന്നെ $10,000 ആക്കി നിങ്ങൾക്ക് അതിനെ ഡബിൾ ചെയ്യാൻ പറ്റുന്നതാവാം. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഈ മൈൻഡ് സെറ്റുള്ള 99% ആളുകളും ഫെയിൽ ആവുന്നുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഇപ്പോൾ നിങ്ങൾ ഒരു $500 നിങ്ങളുടെ ഫോറക്സ് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ നല്ല ഹൈ ലിവറേജൊക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അക്കൗണ്ട് ഡബിൾ ചെയ്തു. കേൾക്കുമ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? പക്ഷേ ഡേ 3, നിങ്ങളുടെ 3rd ഡേയിൽ നിങ്ങളൊരു ബാഡ് ട്രേഡ് എടുത്തു. ആൻഡ് ഇത് നിങ്ങളുടെ എൻറ്റയർ അക്കൗണ്ടിനെ വാഷ് ഔട്ട് ചെയ്തു. കാരണം എന്താ? നിങ്ങൾ ചെയ്യുന്നത് ട്രേഡിംഗ് അല്ല, നിങ്ങളവിടെ ചെയ്യുന്നത് ഗ്യാമ്പിളിംഗ് ആയിരുന്നു, ചൂതാട്ടമാണ് നിങ്ങൾ ചെയ്തത്. കാരണം $500 ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് 2 to 3 ട്രേഡ്സ് കൊണ്ട് നിങ്ങളതിനെ കംപ്ലീറ്റ്ലി ഡബിൾ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളതിനെ കംപ്ലീറ്റ്ലി ഫ്ലിപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ചെയ്തത് ഒരു ഗ്യാമ്പിളിംഗ് ആണ്. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാം? അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം അല്ല. ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീമല്ല. നിങ്ങൾക്ക് അതിന് വേണമെന്നുണ്ടെങ്കിൽ വേറെ പല സ്കീംസും ഉണ്ട്, ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീമുകൾ. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇതൊരു സ്കില്ലാണ്. ഇത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ഈ കാര്യം അങ്ങോട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റിലോട്ട് ഇടിച്ച് കയറ്റുക, അത് മാത്രമേ ചെയ്യാനുള്ളൂ. ഫോറക്സ് ട്രേഡിംഗ് ഈസ് നോട്ട് എ ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം. ഇത് നിങ്ങളുടെ മൈൻഡ് സെറ്റാക്കി മാറ്റുക. എന്നിട്ട് ഡെയിലി നിങ്ങളുടെ ഫോക്കസ് ലേൺ ചെയ്യുന്നതിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുപോവുക. അതുപോലെ നിങ്ങളുടെ സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുക, സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, ആൻഡ് സിസ്റ്റം ബിൽഡ് ചെയ്യുക. ഇനി നമുക്ക് സെക്കൻഡ് റീസണിലോട്ട് പോവാം, പുവർ റിസ്ക് മാനേജ്മെൻറ്റ്. ഇതും മറ്റൊരു വലിയ ചതിക്കുഴിയാണ് ട്രേഡിങ്ങിലുള്ളത്. റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഫോറക്സ് ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ പറ്റില്ല. മേ ബി നിങ്ങൾക്ക് ഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ലെക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 2 ട്രേഡ്സ് പുവർ റിസ്ക് മാനേജ്മെൻറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മേ ബി നല്ലൊരു എമൗണ്ട് കിട്ടിയേക്കാം. പക്ഷേ ഓൺ ദ ലോങ് റൺ നിങ്ങൾക്ക് ഒരിക്കലും പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല. ഇതും ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. എക്സാമ്പിളിന് മുന്നായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. പുതുതായി വരുന്ന ട്രേഡേഴ്സിൻ്റെ മൈൻഡ് എങ്ങനെ പോകുന്നത് വെച്ചാൽ ഈ ഒരു ട്രേഡ് ദിസ് വിൽ ടേൺ എവരിത്തിങ് അറൗണ്ട്, ആ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് വരുന്നത്. ഈ ഒരൊറ്റ ട്രേഡ് മതി നിങ്ങൾക്ക് പലതും മാറ്റി മറിച്ചേക്കാം, ആ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് വരുന്നത്. പക്ഷേ നിങ്ങൾ ഓർക്കാതെ പോകുന്നത് എന്താ വെച്ചാൽ മാർക്കറ്റ് ഡസൻറ്റ് കെയർ അബൌട്ട് യുവർ ഹോപ്സ് ഓർ യുവർ ഡ്രീംസ്.
ഇപ്പോൾ നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലായിക്കോട്ടെ, മാർക്കറ്റ് ഒരിക്കലും നിങ്ങളുടെ അവസ്ഥ എന്താണോ എന്നൊന്നും മാർക്കറ്റ് നോക്കാൻ പോകുന്നില്ല. ഞാൻ ഈ ഒരു എക്സാമ്പിൾ വെച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഒരു $1000 നിങ്ങളുടെ ഫോറക്സ് അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. നിങ്ങൾ 20% എവരി ട്രേഡിൽ റിസ്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന ട്രേഡിൽ $1000 20%, അപ്പോൾ ഏകദേശം $200 നിങ്ങൾ റിസ്ക് ചെയ്യാണ്. നിങ്ങളൊരു 3 ലോസിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ $400 ലോസ് കാണുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോസ് റിക്കവർ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം $400 നിങ്ങൾക്ക് വെറും 3 ട്രേഡിലാണ് ലോസ് ആയത്. അതിനുശേഷം നിങ്ങൾ വളരെ സാഡ് ആവുകയാണ്. ആൻഡ് നിങ്ങൾക്ക് ട്രേഡിങ്ങിൻ്റെ നാച്ചുറൽ അപ്സ് ആൻഡ് ഡൗൺസിനെ ഒന്നും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ആവുകയാണ്. സോ ഒരിക്കലും നിങ്ങൾ റിസ്ക് മാനേജ് ചെയ്യാതെ ട്രേഡ് ചെയ്യരുത്. എപ്പോഴും പ്രോപ്പറായിട്ടുള്ളൊരു റിസ്ക് മാനേജ്മെൻറ്റ് വെച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ഇതിന് ഞാനൊരു ആക്ഷനബിൾ സ്റ്റെപ്പ് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട്. ഒരിക്കലും ഒരു ട്രേഡിൽ 2% നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ 2%-ലേക്കാൾ റിസ്ക് ചെയ്യരുത്. നിങ്ങളൊരു കാര്യം മാത്രം മൈൻഡിൽ കീപ്പ് ചെയ്താൽ മതി. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഗോളാണ്. ഓക്കെ, ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളത് ഒരു ലോങ് ടേം ഗോളാണ്, അല്ലാതെ നിങ്ങളുടെ ഷോർട്ട് ടേം ഗോളല്ല. ഇപ്പോൾ മേ ബി നിങ്ങളുടെ മൈൻഡിലൂടെ പോകുന്നുണ്ടായേക്കാം, എൻ്റെ അക്കൗണ്ടിൽ വെറും $100 ഉള്ളൂ, സോ 2% എന്ന് പറയുമ്പോൾ $2 അത്രേ വരുന്നുള്ളൂ, ഇതുകൊണ്ട് എനിക്ക് എന്താവാനാ. ഇങ്ങനെ തന്നെയാണ് ബ്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും ഇതുപോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ വല്ല കോമ്പൗണ്ട് ചെയ്താണ് എല്ലാവരും പോകുന്നത്. സോ ഈ കാര്യം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെച്ചേക്കാം. നൗ നമുക്ക് നമ്മുടെ 3rd പോയിന്റിലോട്ട് പോകാം. ഇമോഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. ഇത് നമുക്കൊരൊറ്റ വീഡിയോയിൽ ഇമോഷണൽ ട്രേഡിങ്ങിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഇമോഷണൽ ട്രേഡിങ് എന്താണ്, നിങ്ങൾക്ക് സിംപ്ലി അതെങ്ങനെ ഓവർകം ചെയ്യാം, അതുപോലെ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞു തരാം. ഇമോഷണൽ ട്രേഡിങ്ങിൽ മെയിനായിട്ട് വരുന്നത് ഫിയർ, ഗ്രീഡ് ആൻഡ് റിവെഞ്ച് ട്രേഡിങ്. ഫസ്റ്റ് തിങ് ഫിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റപ്പിൽ കോൺഫിഡൻ്റ് ഉണ്ടായിട്ടും നിങ്ങളുടെ സെറ്റപ്പിൽ കോൺഫിഡൻ്റ് ആയിട്ടും നിങ്ങളുടെ സെറ്റപ്പ് മാർക്കറ്റിൽ അപ്പിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എടുക്കാനൊരു പേടി. കാരണം എന്തോ ആയിക്കോട്ടെ, കാരണം മേ ബി നിങ്ങളുടെ കഴിഞ്ഞ അക്കൗണ്ട് ലോസിലായേക്കാം, ഓർ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് എന്തോ കാരണത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റപ്പ് കണ്ടിട്ടും ട്രേഡ് എടുക്കാൻ കഴിയുന്നില്ല. അതൊരു ഇമോഷണൽ പ്രോബ്ലമാണ്. സെക്കൻഡ് തിങ് ഗ്രീഡ്. ഇപ്പോൾ നിങ്ങൾ 1:2 ഒരു ട്രേഡ് എടുത്തു, 1:2 RRൽ, എന്നിട്ട് 1:2 എത്തി കഴിഞ്ഞിട്ടും നിങ്ങൾ ട്രേഡ് ഹോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊരു ഗ്രീഡിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ്, നിങ്ങൾ 0.01 ട്രേഡ് എടുക്കേണ്ട നിങ്ങൾ ഗ്രീഡ് കൊണ്ട് സെറ്റപ്പിലുള്ള അധികമായ ഓവർ കോൺഫിഡൻസ് കൊണ്ടും നിങ്ങൾ ഡയറക്റ്റ്ലി അത് 0.01 എന്ന ലോട്ട് സൈസിൽ നിന്നും 0.1 എടുക്കുകയാണ്. ഇതും നമുക്ക് ഗ്രീഡിനൊരു എക്സാമ്പിളായിട്ട് പറയാം. പിന്നെ റിവെഞ്ച് ട്രേഡിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ കൺസിസ്റ്റൻ്റ്ലി ഒരു 2 ലോസ് സിംഗിൾ ഡേയിൽ വന്നു. സോ നിങ്ങളുടെ മൈൻഡിൽ നിന്നൊരു പുഷ് വരുവാണ്, ഇപ്പോൾ വന്ന എല്ലാ ലോസും എനിക്ക് നെക്സ്റ്റ് ട്രേഡിൽ റിക്കവർ ചെയ്യണം. സോ അവിടെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് ട്രേഡിൽ ലോഡ് സൈസ് കൂട്ടുന്നു, ട്രേഡ് എടുക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് നിങ്ങളുടെ ഓപ്പോസിറ്റായി വെൻ്റ് ചെയ്താൽ മേ ബി എന്ത് സംഭവിച്ചേക്കാം, നിങ്ങളുടെ അക്കൗണ്ട് വാഷ് ഔട്ട് വരെ ആയിപ്പോയേക്കാം. സോ ഇതിനുള്ള ഒരു ആക്ഷനബിൾ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു പ്രോപ്പറായിട്ടുള്ള ട്രേഡിംഗ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ആ ട്രേഡിംഗ് പ്ലാനിൽ നിങ്ങൾ എത്ര സ്റ്റോപ്പ് ലോസ് വെക്കണം, മാക്സിമം നിങ്ങൾക്ക് ഡെയിലി എത്ര % ഓഫ് യുവർ അക്കൗണ്ട് ലോസ് വരാം, അതുപോലെ നിങ്ങൾക്ക് എത്ര ശതമാനം പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ ഡെയിലി ഇപ്പോൾ ഒരു 1%, 2% പ്രോഫിറ്റ് ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് നിർത്തുക. അങ്ങനെ കുറച്ച് റൂൾസ് സെറ്റ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ ഇമോഷന് പുറകെ ട്രേഡ് എടുക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, സോ അതുകൊണ്ട് സെറ്റപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കാൻ പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇമോഷണൽ ട്രേഡിംഗ് സൈക്കോളജി എന്താണ്, അത് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഫ്യൂച്ചറിൽ ഒരു വീഡിയോ സെറ്റ് ചെയ്യാം. ഈ പ്ലേലിസ്റ്റിന് ശേഷം നമുക്ക് വീഡിയോ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നൗ ദ 4th വൺ ഈസ് ഓവർ ട്രേഡിംഗ്. അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ കില്ല് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ആണ് ഓവർ ട്രേഡിങ്ങിനെ പല എക്സ്പേർട്സും സൈലൻറ്റ് കില്ലർ എന്നൊക്കെയാണ് പറയാനുള്ളത്. ഇതിന് മെയിനായിട്ടുള്ള റീസൺ എന്താ വെച്ചാൽ, പല ട്രേഡേഴ്സിൻ്റെയും ബിലീഫ് എന്താണെന്ന് വെച്ചാൽ, അവർ എത്രത്തോളം അധികം ട്രേഡ്സ് എടുക്കുന്നോ
അത്രത്തോളം അധികം നിങ്ങൾക്ക് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അത്രത്തോളം നിങ്ങൾക്ക് മണി ഉണ്ടാക്കാൻ പറ്റും. സോ ഈ ബിലീഫാണ് അധിക പേരുടെയും പ്രശ്നം. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ ട്രേഡ്സ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളുടെ സെറ്റപ്പ് കാണാതെ. അപ്പം നിങ്ങൾക്ക് ഇതിവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ഒബ്വിയസ്ലി ലോസിലോട്ട് പോകും. ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും വന്നേക്കാം. റിവെഞ്ച് ട്രേഡിങ്, പിന്നെ ഇമോഷണൽ ട്രേഡിങ്, പലതിലേക്കും പോയേക്കാം. സോ ഓവർ ട്രേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അക്കൗണ്ടിനെ കില്ല് ചെയ്യും, അതിലൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ആയിട്ട് ഇതെങ്ങനെ ആക്ഷനബിൾ സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് ഇത് ഓവർകം ചെയ്യാമെന്ന് പറഞ്ഞുതരാം. നിങ്ങളെപ്പോഴും ക്വാളിറ്റി സെറ്റപ്സിൽ ഫോക്കസ് ചെയ്യുക, ഒരിക്കലും ക്വാണ്ടിറ്റിയിൽ ഫോക്കസ് ചെയ്യരുത്. നിങ്ങൾ 10 ട്രേഡ് എടുക്കുന്നതിനേക്കാൾ നല്ലതാണ് നിങ്ങൾ ക്വാളിറ്റിയുള്ള 2-3 ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ 1 to 3 ഹൈ പ്രോബിലിറ്റി സെറ്റപ്സ് അതിന് പുറകെ പോവുക, അല്ലാതെ ഡെയിലി 10-15 ട്രേഡ്സ് എടുക്കാൻ പോകരുത്. ഒരു കാര്യം എപ്പോഴും റിമെമ്പർ ചെയ്യുക, പേഷ്യൻസ് ഈസ് കീ ഇൻ ദ ഫോറക്സ് മാർക്കറ്റ്. ഫോറക്സ് മാർക്കറ്റ് ആവട്ടെ, ഏത് മാർക്കറ്റ് ആയിക്കോട്ടെ, പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വിജയിക്കാൻ കഴിയുള്ളൂ. നൗ ദ 5th വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇഗ്നോറിങ് മാർക്കറ്റ് കണ്ടീഷൻസ്. അതായത് ചില സമയങ്ങളിൽ മാർക്കറ്റ് ഹൈ കൺസോൾട്ടേറ്റിംഗ് ആവും. നിങ്ങൾ കൺസോൾട്ടേറ്റിംഗ് ആവുന്ന ടൈമിൽ നിങ്ങളുടെ സ്ട്രാറ്റജി ഇതിന് മുമ്പ് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ ബ്രോ. ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ ട്രേഡ് എടുക്കുന്നു? ബാക്ക് ടെസ്റ്റ് ചെയ്ത ഒരു സ്ട്രാറ്റജി മാത്രം എപ്പോഴും യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി എല്ലാ മാർക്കറ്റ് കണ്ടീഷനിലും നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ ചില സമയത്ത് നമുക്ക് ഗോൾഡൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, ഗോൾഡ് റോക്കറ്റ് പോകുന്ന പോലെ മുകളിലോട്ടൊരു പോകലുണ്ട്. ചില എക്സ്പേർട്സൊക്കെ പറയാറുണ്ട് സ്കൈ ഈസ് ദ ലിമിറ്റ്, മൂൺ ഈസ് ദ ലിമിറ്റ് എന്നൊക്കെ. അമ്മാതിരി പോകുന്ന ടൈമിൽ നിങ്ങളുടെ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ലയെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആ ടൈമിൽ പേഷ്യൻ്റായിട്ട് അവിടെ ഇരിക്കുക. നിങ്ങളുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പ് അപ്പിയർ ആകുന്നവരെ നിങ്ങളവിടെ ഇരിക്കുക. ബാക്ക് ടെസ്റ്റ് ചെയ്യാത്ത സ്ട്രാറ്റജി ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇതിൻ്റെ ആക്ഷനബിൾ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതായത് ഒരിക്കലും നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാത്തൊരു സ്ട്രാറ്റജി യൂസ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് ഞാൻ കണ്ടുപിടിച്ച മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഈ മാർക്കറ്റിലെ ചതിക്കുഴികൾ ഒഴിവാക്കാനായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് തിങ്, നിങ്ങളെപ്പോഴും ഒരു സോളിഡ് ട്രേഡിംഗ് പ്ലാൻ ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എങ്ങനെ ഒരു സോളിഡ് ട്രേഡിംഗ് പ്ലാൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു ക്ലിയർ ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള ട്രേഡിംഗ് സ്റ്റൈൽ നിങ്ങൾ ചൂസ് ചെയ്യണം. നിങ്ങളൊരു ഡേ ട്രേഡർ ആണോ ഓർ സ്വിംഗ് ട്രേഡർ, അതോ നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ, ഇത് നിങ്ങൾ ഫിക്സ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാനിൽ നിങ്ങളുടെ എൻട്രി ക്രൈറ്റീരിയ ആൻഡ് എക്സിറ്റ് ക്രൈറ്റീരിയ ഇത് നിങ്ങൾ വളരെ വ്യക്തമായി നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാനിൽ എഴുതിയിട്ടുണ്ടാവണം. അതുപോലെ റിസ്ക് റിവാർഡ് റേഷ്യോ നിങ്ങൾ ഫിക്സ് ആയിട്ട് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മിനിമം 1:2 അല്ലെങ്കിൽ 1:3 ഇത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കഴിയണം. ആൻഡ് ദ ലാസ്റ്റ് തിങ് ഈസ്, നിങ്ങൾ എടുക്കുന്ന ഓരോ ട്രേഡും നിങ്ങൾ ജേണൽ ചെയ്ത് വെക്കുക. ജേണലിങ് ട്രേഡിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബ്രോ. ഞാൻ പറയുന്നത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ സീരിയസ് ആയി എടുക്കുക. ഡെയിലി ജേണൽ ചെയ്യുക. യു വിൽ സീ മാജിക് ഇൻ യുവർ ട്രേഡിംഗ് കരിയർ. ഐ എം 100% ഷുവർ ബ്രോ. അപ്പോൾ ജേണൽ ചെയ്യാൻ എപ്പോഴും നിങ്ങൾ മറക്കരുത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് 2-3 മിനിറ്റ് മതി, പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ടൈം കിട്ടൂല. അത് അങ്ങനെയാണ് ബ്രോ. നിങ്ങൾ ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അങ്ങനെ പല പ്രോബ്ലംസ് നിങ്ങൾക്ക് വരും. അതുപോലെ നിങ്ങൾക്ക് വരുന്ന ലോസസ് അക്സെപ്റ്റ് ചെയ്യുക. ലോസസ് ആർ പാർട്ട് ഓഫ് ദ ഗെയിം, അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാതും വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ വൈ മോസ്റ്റ് ട്രേഡേഴ്സ് ഫെയിൽ ആൻഡ് ഹൗ ടു ഓവർകം, അതിനുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടി എന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എനിക്ക് വരുന്നതായിരിക്കും. സോ ഐ ആം സൈനിങ് ഔട്ട്.